ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദേവി വീണ്ടും ദേവമംഗലത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആനന്ദേട്ടൻ, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഈ വീടില്ലാതെ ജീവിക്കാൻ പറ്റില്ല ആനന്ദേട്ടൻ, എന്നൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് ആനന്ദിൻ്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും ആനന്ദിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ദേവി. ആ സമയത്ത് ബാലൻ ദേവിയുടെ കൈ പിടിച്ച് തള്ളി മാറ്റുവാട്ടോ. ദേവിക്ക് അത് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ശേഷം ദേവിയും ഉദയഭാനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകലയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണത്. ദേവിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്കും മിത്രക്കും മീനാക്ഷിക്കും വല്ലാത്ത വിഷമമാണ്. മിത്ര പറയുന്നുണ്ട് മീനാക്ഷി എടുത്ത്, ദേവി എടുത്തെടുത്ത് അമ്മ ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം ദേഷ്യം കാരണമാണ് ഇറക്കി വിട്ടേന്നാണ് വിചാരിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം ദേവി എടുത്ത് വന്നപ്പോൾ കയറ്റോന്ന് ഞാൻ വിചാരിച്ചു എടുത്തി എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, മോളെ അത് വേറൊന്നുമല്ല, നമ്മളെക്കാളൊക്കെ അമ്മ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ദേവിയെടുത്തിന്. നിനക്കറിയാവോ, ദേവിയെടുത്തി IT കമ്പനി പോയെന്ന് പറഞ്ഞപ്പോഴും സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി നോക്കാൻ പോയ സമയത്തെല്ലാം തന്നെ ദേവിയെടുത്ത് ഇതിന് കഴിച്ചിട്ടുണ്ടാവോ കുടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ടെൻഷനായിട്ട് അമ്മ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ. അമ്മക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു ദേവിയെടുത്തിന്. ദേവിയെടുത്തിന് ആർക്കാ ഇഷ്ടമല്ലാതിരുന്നത്? ഇവിടെ എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ. അങ്ങനെയുള്ള ദേവിയെടുത്ത് പെട്ടെന്ന് ഇത്രയും വലിയൊരു ചതി ചെയ്തെന്ന് പറഞ്ഞപ്പോ അമ്മക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മോളെ. അതുകൊണ്ടാ മിത്ര ചോദിക്കണ്ടല്ല, ഇനി എപ്പോഴും അപ്പച്ചി ഇങ്ങനെ തന്നെയായിരിക്കോ? ദേവിയെടുത്തിടത്തുള്ള ദേഷ്യം ഒരിക്കലും മാറില്ലേ? അറിയില്ല മോളെ എങ്ങനെയാണെന്ന്. ചില ആൾക്കാർക്ക് ദേഷ്യം വന്ന ഭയങ്കര പണിയാ അത് മാറാനായിട്ട്. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അവർ ആ ദേഷ്യം വാശി പകയായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കും. ബാക്കി ചിലർ ആ ഒരു ദേഷ്യം മാറാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. പക്ഷെ എന്നാലും ദേഷ്യം മാറും. അമ്മയുടെ ഇപ്പത്തെ ഒരു വെച്ചിട്ട് എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അമ്മയുടെ ദേഷ്യം പെട്ടെന്ന് മാറാൻ ചാൻസ് ഒന്നുമില്ല എന്ന് മീനാക്ഷി പറയാണ്. അതപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് വല്ലാത്ത വിഷമം വന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് നമ്മുടെ ദേവി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ എന്തിനു ജീവിച്ചിരിക്കണത്, പോയി ചത്താ മതി എന്നൊക്കെ ദേവിക്ക് പോലും തോന്നുകയാണ്. കാരണം തൻ്റെ ഭർത്താവിന് തന്നെ വേണ്ട, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, തൻ്റെ സ്വന്തം അച്ഛനമ്മേനെങ്കിൽ തൻ്റെ ജീവിതം തകർത്ത് ഇപ്പം അതേ അനിയത്തിയുടെ വിവാഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ വീണ്ടും അവിടെ കൊണ്ട് ആക്കണം എന്നൊരു ഉദ്ദേശവും അച്ഛനും അമ്മയ്ക്കുള്ളൂ. അപ്പോൾ അവരുടെ കാര്യമാണ് നോക്കണം. ദേവിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേവി വിചാരിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണം, പോയി ചാവായിരുന്നു എന്നൊക്കെ ദേവി ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അതേസമയം ധർമ്മനാണെങ്കിൽ ഒരു തോന്നല്, നമ്മുടെ ദൈവമംഗലത്തിലേക്ക് വീണ്ടും പോയാലോന്ന്. കാരണം അവിടെ അത്രമാത്രം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് താൻ അവിടെ ഉണ്ടെന്നെങ്കിൽ അവർക്ക് ഒരുപാട് ആശ്വാസമായാനെ. മാത്രമല്ല ദേവീന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ടാവും. നമ്മുടെ ധർമ്മനെ നന്നായിട്ട് അറിയാം കേട്ടോ. ആ വീട്ടിലെ വേറെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ധർമ്മനെ മനസ്സിലായിട്ടോ. ധർമ്മൻ അത് പറയുന്നുണ്ടല്ലോ, ദേവിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടാകും, നിങ്ങളത് ആലോചിക്കണമെന്ന് ധർമ്മം പ്രത്യേകം നമ്മുടെ ആനന്ദിനോടും ആകാശിനോടും അതുപോലെ തന്നെ നമ്മുടെ ആര്യനോടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവമംഗലത്തിൽ കയറാൻ വേണ്ടി ധർമ്മം തന്നെയായിരിക്കും മുൻകൈ എടുക്കുന്നത്, അതിലൊരു സംശയവും. അങ്ങനെ ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്യുതനും അനന്തനും കൂടി ചേർന്നിട്ടോ. അതായത് ഉദ്ഘാടനം ഈ വരുന്ന ആഴ്ച തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധർമ്മൻ കട തുടങ്ങുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആ കടയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ബാലൻ അറിയില്ല കേട്ടോ. അങ്ങനെ കടയുടെ ഉദ്ഘാടനത്തിന്റെ സമയമാകുമ്പോഴേക്കും നമ്മുടെ അച്യുതനും അനന്തനും പറയണ്ടേടാ ധർമ്മ, നിനക്കാരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടോ എന്ന് പറയുമ്പോൾ, അല്ല അപ്പുറത്ത് ദേവമംഗലംകാരെ, ഓ അവന്റെ ഒരു ദേവമംഗലംകാര്, അപ്പോഴും അവരെ വിളിക്കണമെന്ന് നിർബന്ധം. വിളിച്ചോ, നിന്റെ വളർച്ച അവര് വേണമെങ്കിൽ നോക്കി കാണട്ടെ, അസൂയ പെടട്ടെ എന്നൊക്കെ പറയാണ്. ഇത്രയും നാളായിട്ട് ആ കടയിൽ നിന്നിട്ട് നിനക്കൊരു മെച്ചവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ ഏട്ടനോട് ഞാൻ അവരെ പറ്റി കുറ്റം പറയാനാണോ പറഞ്ഞത്? അവരെ വിളിക്കട്ടെ എന്നല്ലേ അച്യുതേട്ടൻ ഞാൻ ചോദിച്ചുള്ളൂ. വിളിക്കേ, കാണട്ടെ, നമ്മുടെ കട അവരൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ധർമ്മം പറയണ്ടേ, എന്തായാലും ഞാൻ അവിടെ വിളിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടനും ചേച്ചിയും അതുപോലെ തന്നെ എൻ്റെ അളിയനും ഈ ഒരു ചടങ്ങിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ധർമ്മം പറയാണ്. ശേഷം ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നേരെ നമ്മുടെ ദേവമംഗലത്തിലേക്ക് പോകാട്ടോ. ദേവമംഗലത്തെ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കണ നമ്മുടെ ഗോമതിയാണ്. ധർമ്മ, മോനെ നീ വാ മോനെ അകത്ത് കയറെന്ന് പറയുമ്പോ, ഇല്ല അകത്ത് കയറാനൊന്നും അല്ല ഞാൻ വന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം നടക്കാൻ വേണ്ടി പോവാണ്, അതില് നിങ്ങളും കൂടി ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി, അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായില്ല എന്ന് ഗോമതി പറയുമ്പോൾ, അത് ഞാനൊരു പുതിയൊരു കട എനിക്ക് വേണ്ടി അച്യുതേട്ടനും അതുപോലെ തന്നെ അനന്തേട്ടനും ഇട്ട് തന്നിട്ടുണ്ട്. എനിക്കും ജീവിക്കാൻ ഇതിൽ വരുമാനം വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന പൈസ കട്ടുമുടിച്ച് തിന്ന് ഞാൻ ജീവിക്കണത്, അവസാനം അവരുടെ വായിക്കണ വഴക്കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അധ്വാനിച്ച് ജീവിക്കണതല്ല നല്ലത്. അതുകൊണ്ട് ഏട്ടന്മാർ എനിക്കൊരു കട ഇട്ട് തന്നു. ആ കടയുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഞായറാഴ്ച. അതിന് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ
ഇവിടേക്ക് വന്നത് എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് ബാലൻ പുറത്തേക്ക് വരുന്നുണ്ട്. ധർമ്മ, നിനക്ക് നല്ലത് ഉണ്ടാവണതല്ല ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാടാ. കട തുടങ്ങിയിട്ട് നീ മെച്ചപ്പെട്ട് നിന്റെയും സുകന്യയുടെ ജീവിതം നല്ലതാവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും നിന്റെ ഈ ചേച്ചി ഗോമതിയും ഈ വീട്ടിലെ എന്റെ മക്കളും മരുമക്കളൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ ചിരിക്കാണ്. എന്നിട്ട് ഏട്ടന്റെ അളിയന്റെ ആദ്യത്തെ മരുമോൾ എവിടെ പോയി? ഇവിടെ ഇല്ലല്ലോ ആള് എന്ന് പറയുമ്പോഴേക്കും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ കാരണമുണ്ട്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ കാരണമുണ്ടായല്ലോ. എന്നെ കള്ളനായിട്ടല്ല നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവസാനം ഞാൻ കള്ളനല്ലെന്ന് മനസ്സിലായി. എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദേവീനെ നിങ്ങളിപ്പോ ഇവിടുന്ന് പടിയിറക്കി വിട്ടത് നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഇത് കേൾക്കുന്ന ഗോമതി പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയോ? തെറ്റിദ്ധാരണ ഒന്നും ഇല്ല ധർമ്മ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്. അവളെ ഞങ്ങളെല്ലാരും സ്നേഹിച്ച പോലെ നീയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് കള്ളക്കൂട്ടങ്ങളാണ്. അവളുടെ അച്ഛനും അമ്മയും എത്രമാത്രം കള്ളങ്ങളാ പറഞ്ഞേക്കണേന്ന് അറിയാവോ? നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഒരു പെണ്ണ് പഠിച്ചിട്ടില്ല എന്നുള്ളത് അവളുടെ കുറവാണോ എന്ന് ചോദിക്കാണ്. പറ, അവളുടെ കുറവാണോ എന്ന് ധർമ്മം ചോദിക്കുമ്പോൾ ഗോമതി ഒന്നും മിണ്ടുന്നില്ല. ശരി, അവളുടെ വീട്ടുകാർ പറഞ്ഞു അവൾ എത്ര വരെ പഠിച്ചു എന്ന്. കല്യാണത്തിന്റെ ഒരു ഇത് വരുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നുണയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. എന്നിട്ട് അവസരം ഉണ്ടായിരുന്നല്ലോ അന്വേഷിക്കാനായിട്ട്. ഇവിടെ നിന്ന് ആരും അന്വേഷിച്ചു പോയപ്പോ അത് കണ്ടുപിടിക്കാനും പറ്റില്ല. പിന്നെ അത് അവളുടെ തെറ്റാണോ? അത് പോട്ടെ, പഠിത്തത്തിന്റെ കാര്യം കള്ളം പറഞ്ഞു. പിന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത്. മുമ്പ് അവർ വലിയ സ്ഥിതിയിലൊക്കെ തന്നെയായിരുന്നു. ഇയാൾ ഒരുപാട് പേർക്ക് കടം കൊടുത്ത് മുടിഞ്ഞു പോയതാണ്. സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അവളുടെ അച്ഛനൊരു കള്ളനായി പോയതാണോ നിങ്ങളുടെ പ്രശ്നം? സത്യം പറഞ്ഞാൽ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിൽ അവൾ എന്ത് തെറ്റാ ചെയ്തേക്കണത്? പറ. അന്ന് വീഡിയോ എടുത്തപ്പോ പറഞ്ഞായിരുന്നല്ലോ ഉദയഭാനു പണം മോഷ്ടിക്കുന്ന വീഡിയോ ആനന്ദിന്റെ ഫോണിലുണ്ടെന്ന്. അതിലെവിടെയെങ്കിലും ദേവി ഉണ്ടോ? അവൾ അവിടെ നിന്ന് മാറിയ സമയത്താണ് ഉദയഭാനു പണം മോഷ്ടിക്കണത്. അതിനർത്ഥം എന്താണ്? അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന്. അവളുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് അവള് ചെയ്ത തെറ്റ് പോലെ തന്നെയാ എന്ന് ഗോമതി പറയുമ്പോ, കഷ്ടം തന്നെ ചേച്ചി നിങ്ങളുടെ കാര്യം. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളൊന്നും പഠിച്ചില്ലല്ലോ എന്ന് ധർമ്മം പറയുമ്പോഴേക്കും ഗോമതി ഒന്നും മിണ്ടുന്നില്ല. ധർമ്മം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നിങ്ങളുടെ എല്ലാത്തും കൂടി പറയാണ്. ദേവി പാവമാണ്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷി അല്ല എന്നോട് ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ദേവീനെ ഇവിടേക്ക് വിളിച്ചിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കാര്യം ഞാനും ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് പോവാണ്. ധർമ്മം പോയി കഴിയുമ്പോഴേക്കും മീനാക്ഷി എല്ലായിടത്തും പറയണ്ടേ, ധർമ്മമാമൻ പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. കാരണം ദേവിയെടുത്ത് ചെയ്ത തെറ്റെന്താണ്? ഹോട്ടലിൽ ജോലിക്ക് പോയതോ? അല്ല പഠിപ്പില്ലാതെ ദേവിയെടുത്ത് പഠിപ്പുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതോ? അല്ല അവർക്ക് പൈസ ഇല്ലാത്തതോ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. പക്ഷെ എന്ത് വലിയ ദുരന്തമാ ഈ വീട്ടില് ദേവിയെടുത്തേക്ക് ഉണ്ടായത്. അതാണ് ഏറ്റവും വലിയ നഷ്ടം, തീരാ നഷ്ടം. അമ്മക്ക് ഓർമ്മയില്ലേ, അമ്മയുടെ ആങ്ങളുടെ മോനാണ് ദേവിയെടുത്തിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവിയെടുത്തിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റൊക്കെ വെറും ചെറിയ തെറ്റ് മാത്രമാണ്. ആലോചിക്കുമ്പോൾ എല്ലാ വശവും ആലോചിക്കണമേ എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഗോമതിക്കും അതുപോലെ തന്നെ ബാലനും ചെറിയൊരു തട്ട് കിട്ടിയ പോലെ തന്നെ ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിയല്ലേ, ദേവി അങ്ങനെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശരിയുണ്ട്. കള്ളം തന്നെയാണെങ്കിലും അങ്ങനെ ഭീകരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ലോക ചെയ്ത തെറ്റ് മറച്ചു വെച്ച ദേവിയല്ലേ ഏറ്റവും വലിയ ആളെന്ന് പറയണത്. ആ സമയത്ത് എല്ലാം തുറന്നു പറയണമായിരുന്നു. എന്തായാലും ദേവിയെ ചെയ്തത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ദേവീനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ധർമ്മം തന്നെ മുൻകൈ എടുക്കുകയും ചെയ്യും. ധർമ്മം തന്നെ ദേവീനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.